കതിരാടി മഴവില്ലിൻ തണൽ ചൂടി പതിവായി മണ്ണിൽ മിഴിയുണരുന്നേ മലനാടോ വാക്കതു കാക്കുന്നേ ചേമന്തിക്കളമിട്ടേ ഓണക്കളി ഉയരുന്നേ ചിരിയിൽ മുഴുകുമി വീടും കാക്കപ്പൂവോ. ഹായ് ഗായ്സ്, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പൂ പറിക്കാൻ വേണ്ടി പോവാണ്. ഓണത്തിനല്ല, നാളെന്താ, ഇന്നലെ മിനിയാന്നത്തെ അനിഴമേനു, ഇന്നലെ നാളെന്താ, നാളെ പൂ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പൂ പറിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്ന് കിട്ടുന്ന പൂവൊക്കെ ഞാൻ ശേഖരിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പണ്ട് ഇതുപോലെ പൂ പറിക്കാൻ പോകാറുണ്ടായിരുന്നു, പക്ഷേ അന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് പോയി. പൂ പറിക്കാനുള്ള കൊട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് പൂ പറിക്കാം. ഇനി ഇതിൽ കിട്ടുന്ന പൂവൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ശരി, ഞാൻ പോയിട്ട് വരാം. ബായ്. ഉണ്ണി, ഞാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പുഴേൻ്റെ അവിടേക്ക് വന്നതാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും അച്ചമ്മയ്ക്ക് പിന്നെ വീഡിയോയിൽ വരാൻ മടിയായതുകൊണ്ട് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. ഫൈനലി കിട്ടി കുറച്ച് പൂക്കൾ, മഞ്ഞപ്പൂക്കൾ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. സൂര്യകാന്തി പോലെ ഉണ്ട് ഇതിനെ കാണാൻ, കുഞ്ഞ് സൂര്യകാന്തി പോലെ. അങ്ങനെ കുറച്ച് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ കളക്ട് ചെയ്തെടുക്കാം. കാക്കപ്പൂ വന്നാൽ തോന്നുന്നത് ഞാൻ എടുക്കാം. പണ്ട് നല്ല രസമായിരുന്നു. ഇതിപ്പോൾ ഞാനും അച്ചമ്മയും കൂടെ വന്നത്. പണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് പൂ പറിക്കാൻ വരുമായിരുന്നു. തുമ്പയൊക്കെ കാണാൻ പോലും ഇല്ല. ഇവിടെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് തുമ്പ എന്ന് പറഞ്ഞിട്ട്, അറിയാത്തവർക്ക്. ഇതിനെ പറയുന്ന പേരാണ് കാക്കപ്പൂ എന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. ഞാൻ വിചാരിക്കുന്നു ഇതാണ് കാക്കപ്പൂ എന്ന്. അപ്പോൾ ഇതൊക്കെ പറിച്ചെടുക്കാം. ഗായ്സ്, ഞാൻ ആ പൂ കണ്ടിട്ട് എൻ്റെ കാലങ്ങൾ കുറേയായി. ഒടിച്ചൊത്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഒടിച്ചൊത്തി കണ്ടപ്പോൾ എനിക്ക് പൊന്നൂനെ ഓർമ്മ വന്നു. പൊന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. പൊന്നു മാത്രമല്ല, പൊന്നു, ചിന്നു, മിന്നു, ശ്രീജിത്ത്, അമ്മു, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങൾ പണ്ട് പൂ പറിക്കാൻ വേണ്ടി പോകല്. പൂ പറിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒടിച്ചൊത്തി കാണുമ്പോൾ നമ്മൾ കോമ്പറ്റീഷനാണ്. ഏറ്റവും കൂടുതൽ ഒടിച്ചൊത്തി ആരാ പറിക്കാമെന്ന്. അത് വെച്ചാൽ അതൊരു കോലുമ്മലാണ് ആ പൂ ഉണ്ടാവുക. എന്നിട്ട് അതിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കണം. അപ്പം ഏറ്റവും കൂടുതൽ എടുക്കുക ആരാണ്? ഈ പൊന്നു, അമ്മു, ശ്രീജിത്ത് ഒരു വീട്ടിലാണ്. അപ്പോൾ ഇവർക്ക് കുറേ പൂ കിട്ടും. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. എൻ്റെ ചേച്ചി പൂ പറിക്കാൻ വരാറൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും. ചേച്ചി ആദ്യം വരുമായിരുന്നു ചെറുതായ സമയത്ത്. പിന്നെ അവൾ വലിയ ക്ലാസ്സിലെത്തിയ ശേഷം ഞാൻ മാത്രമാണ് പോവുക. അപ്പോൾ എനിക്ക് കുറച്ച് പൂവാണ് കിട്ടുക. അപ്പോൾ എനിക്ക് കുറേ പൂ കിട്ടണം. എനിക്ക് ഇവരെക്കാളും പൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒടിച്ചൊത്തി കമ്പോട് കൂടെ പറിച്ചെടുക്കും. അയ്യോ, പേടിച്ചു പോയി. അരണ എന്തോ കണ്ടതാ, പാമ്പാന്ന് വിചാരിച്ചു. ഞാൻ ഒടിച്ചൊത്തി കാണിച്ചു തരാവേ. ഇതിനെയാണ് ഞങ്ങൾ ഒടിച്ചൊത്തി എന്ന് പറയാം. ഒടിച്ചൊത്തി പൂ, ഒടിച്ചൊത്തി. ഇതിങ്ങനെ ഓരോ പൂവായിട്ട് എടുക്കുക ചെയ്യാം. പക്ഷെ ഞാൻ അന്ന് ഇവരുടെ കൂടെ പോകുമ്പോഴേ ഇങ്ങനെ കമ്പോട് കൂടെ പൊട്ടിച്ചെടുക്കും, കുറേ പൂ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ കമ്പോട് കൂടെ പറിച്ചിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വേറെയും പൂക്കൾ അതിലുണ്ടാവുമായിരുന്നു. പക്ഷെ ഞാൻ കമ്പോട് കൂടെ പറിക്കും. അമ്മ, ഇവിടെ കുറച്ചേ ഉള്ളൂ ഇത്.
ഈ പൂവിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെയും കുറച്ച് ഒടിച്ചെത്തിയുണ്ട്, അറിയട്ടെ. ഇതിങ്ങനെ ഓരോ പൂവായിട്ട് പറിക്കാനിപ്പോൾ നേരമില്ല, അത് കാരണം ഇങ്ങനെ എടുക്കണേ. ഇത് മൂസാണ്ട അല്ലേ? മൂസാണ്ട, കാക്കപ്പൂ. കാക്കപ്പൂവോ? ഒടിച്ചെത്തിന്നാ ഞാൻ അതിന് പറഞ്ഞെടുത്തേ. ഒടിച്ചെത്തിയാ? ഒടിച്ചെത്തിന്നും കാക്കപ്പൂവെന്നും പറയും. അപ്പോൾ അതിന് താഴെയുള്ളതോ? അതിനാണ് ഞാൻ കാക്കപ്പൂ പറഞ്ഞത്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. അതെന്തോ ഒരു പൂ. അപ്പോൾ ഇതാണല്ലേ കാക്കപ്പൂ? അങ്ങനെ ഞാനൊക്കെ പറയാം. ഇത് ഒടിച്ചെത്തി. എന്നാ ഇത് കാക്കപ്പൂ തന്നെ ഇരിക്കും. ഇത് ഇത്രയും പൂക്കൾ ഇത് കിട്ടി, ഈ മഞ്ഞപ്പൂവ്. അപ്പോൾ ഞാൻ പൂ പറിക്കാൻ വേണ്ടിയിട്ട് വേറെ വീട്ടിലേക്ക് വന്നതാണ്. ഇപ്പോൾ എനിക്ക് കോസ്മോസും വേറൊരു ചെടിയും കിട്ടി, ഓണപ്പൂവ്. ഓണപ്പൂവല്ലേ ഇത്? അല്ലേ? ആണോ? അപ്പോൾ പൂവൊക്കെ പറിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂ പറിക്കാനൊക്കെ പോയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.